വീണ്ടും പൗരന്മാരോട് ഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീണ്ടും പഴയ ആ കോവിഡ് കാലത്ത് നമ്മൾ സ്വായത്തമാക്കിയ ചില കാര്യങ്ങൾ വീണ്ടും പൊടി തട്ടിയെടുക്കണമെന്നതാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ വീണ്ടും നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ഇവിടെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് മോദി അദ്ദേഹത്തിന്റെ രണ്ടാം തവണയും ഈ പ്രഖ്യാപനം എടുത്തു പറയുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തന്നെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില അത് കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരവും സാമ്പത്തിക സ്ഥിരതയും സംരക്ഷിക്കാൻ ഓരോ പൗരന്റെയും സഹകരണം ഇവിടെ ആവശ്യമാണ് എന്നതാണ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ വഡോരയിൽ നടന്ന ചടങ്ങുകൾക്കുൾപ്പെടെ തന്നെ 24 മണിക്കൂറിനിടെ 2 തവണയാണ് അദ്ദേഹം ഇത്തരമൊരു ആഹ്വാനം രാജ്യത്തോട് പങ്കുവച്ചിരിക്കുന്നത്. ആ ഒരു ആഹ്വാനത്തോടു കൂടി തന്നെ എത്രത്തോളം കരുതലോടുകൂടിയാണ് അല്ലെങ്കിൽ എത്രത്തോളം ആശങ്ക ഇവിടെ നിലനിൽക്കുന്നു എന്നത് വീണ്ടും പൗരന്മാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് രാജ്യം പിന്തുടരുന്ന ചില നല്ല ശീലങ്ങൾ വീണ്ടും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും വർക്ക് ഫ്രം ഹോം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, അത്യാവശ്യമല്ലാത്ത വിദേശ യാത്രകൾ പോലും ഇവിടെ ഒഴിവാക്കേണ്ടതാണ്. ഇന്ധന ഉപഭോഗം പരമാവധി തന്നെ കുറയ്ക്കുകയും സ്വർണം വാങ്ങലിൽ നിന്ന് മിതത്വം പാലിക്കുകയും വേണമെന്നും അദ്ദേഹം ഇവിടെ വീണ്ടും എടുത്തോർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വ്യക്തിപരമായ തീരുമാനങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ള ദേശീയ ഉത്തരവാദിത്തം തന്നെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം അതായത് ഫോറക്സ് റിസർവ് ശക്തമായി തന്നെ നിലനിർത്തേണ്ടത് ഈ ഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കാരണം ആഗോള എണ്ണ വില ഉയരുമ്പോൾ ഇന്ത്യ പോലുള്ള വലിയ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ചിലവ് കുത്തനെ തന്നെ വർദ്ധിക്കും. അതിന്റെ പ്രതിഫലം രൂപയുടെ മൂല്യത്തിലും വിലക്കയറ്റത്തിലും സമ്പദ് വ്യവസ്ഥയിലും നേരിട്ട് തന്നെ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ചെറിയ ചെറിയ സഹകരണങ്ങൾ പോലും രാജ്യത്തിന് വലിയ സാമ്പത്തിക കരുത്താകുമെന്ന സന്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് കേവലം ഒരു സർക്കാരിന്റെ നിർദ്ദേശമല്ല, ഒരു ആഗോള പ്രതിസന്ധിയെ നേരിടാനുള്ള ദേശീയ മുന്നൊരുക്കം തന്നെയാണ്. കോവിഡ് കാലത്ത് ഇന്ത്യ കൂട്ടായ്മയുടെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരുന്നുവെന്നും ഇപ്പോൾ അതേ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ എല്ലാ പൗരന്മാരും ഇവിടെ പെരുമാറണമെന്നൊരു സന്ദേശം കൂടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം അത് എത്രത്തോളം നീളുമെന്നോ അല്ലെങ്കിൽ ആഗോള എണ്ണ വില ഇനിയും ഉയരാൻ സാധിക്കുമോ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ ആ ആഘാതം എത്രത്തോളം ഇന്ത്യക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്നതോ ഇവിടെ എടുത്തിപ്പോൾ സൂചിപ്പിക്കാൻ കഴിയുന്നതല്ല. ഭാരതം അതിന്റെ ഊർജ്ജ ആവശ്യത്തിന്റെ 90% ഇറക്കുമതി ചെയ്യുന്നതാകട്ടെ, അതായത് ആ ഒരു ഇറക്കുമതിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം നീണ്ടുപോകുന്നത് എണ്ണ ഇറക്കുമതി ചെലവ് കുത്തനെ തന്നെ ഉയരാനും കാരണമായിട്ടുണ്ട്. കോവിഡ് കാലത്തെ ആ കണ്ണുകൾ അത് പരിശോധിച്ചാൽ പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശങ്ങൾ എത്രത്തോളം നിർണായകമാണ് എന്ന് വ്യക്തമാക്കാൻ സാധിക്കും. 2020-21 കാലഘട്ടത്തിൽ യാത്രകൾ കുറഞ്ഞതോടുകൂടി തന്നെ അവിടെ എണ്ണ ഇറക്കുമതിയിൽ മാത്രം ഭാരതം $23.8 മില്യൺ ലാഭിച്ചത്. 2019 $36.2 ബില്യൺ ആയിരുന്ന എണ്ണ ഇറക്കുമതി ബിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി തന്നെ $12.4 ബില്യൺ ചുരുങ്ങുകയാണ് ചെയ്തത്. ഇത് കോവിഡിൻ്റെതുപോലെ തന്നെ നിയമപരമായ ആ ഒരു നിയന്ത്രണങ്ങളിൽ അല്ലെങ്കിൽ പോലും രാജ്യസ്നേഹത്താൽ തന്നെ പ്രേരിതമായ ഒരു സ്വമേധയാ മാറ്റമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആഡംബരപൂർണമായ വിദേശ യാത്രകളും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളും ഒഴിവാക്കുന്നത് അതുവഴി കൊണ്ട് തന്നെ വിദേശ നാണ്യം പുറത്തേക്ക് ഒഴുകുന്നത് തടയാൻ സാധിക്കും. 2024 മാത്രം 3 കോടിയിലധികം ഭാരതീയരാണ് വിദേശയാത്ര നടത്തിയത് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ വരുത്തുന്ന ചിലവ് അത് കുറയ്ക്കാൻ പോലും രാജ്യത്തിന് വലിയ കരുത്താകും. അതായത് ഈ ഒരു വരുന്ന ചിലവ് അത് കുത്തനെ തന്നെ കുറച്ചാൽ അത് ഒന്നുകൂടി ഭാരതത്തിന് കരുത്താകുമെന്നതാണ് എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.